കൊലപാതകം എന്തായിരുന്നു ഇവർ തമ്മിൽ? കേരളത്തിൽ ദൃശ്യം മോഡൽ കൊലപാതകം അവസാനിക്കുന്നില്ല. ആലപ്പുഴയിലെ റോസമ്മയും ഇലന്തൂരിലെ റോസലിനും ഇതിന്റെ ഇരകളായവരാണ്. സിനിമയിൽ യുവാവിനെയാണ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ ഇരകളാകുന്നത് സ്ത്രീകളാണ്. ആർക്കും വിശ്വസിക്കാനാവാത്ത വിധം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ കൊലപാതകങ്ങളുടെയും ബാക്കി പത്രമായി പുറത്തുവരുന്നത്. ഇതിന്റെ തുടർച്ചയായി ഇപ്പോഴിതാ കരൂരിലെ വിജയലക്ഷ്മിയും. സ്ത്രീകളുടെ ഈ തിരോധാനവും കൊലപാതകവും കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയാണ്. വിജയലക്ഷ്മിയെ കാണാതായത് നവംബർ 6-നായിരുന്നു. എന്നാൽ 13-ാം തീയതിയാണ് ഇവരെ കാണാനില്ല എന്നുള്ള പരാതി കരുനാഗപ്പള്ളി പോലീസിന് ലഭിക്കുന്നത്. ഇവരെ കാണാതായതിനെ തുടർന്ന് ബന്ധുവാണ് പരാതി നൽകിയത്. വിജയലക്ഷ്മി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. കേസ് അന്വേഷണത്തിന്റെ ഇടയിൽ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ പോലീസിന് എറണാകുളത്ത് നിന്നും കളഞ്ഞു കിട്ടിയത് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി. KSRTC ബസ്സിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ മൊബൈൽ ഫോൺ കണ്ടക്ടർ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പോലീസ് ഫോൺ ഓണാക്കി പരിശോധിച്ചതിൽ നിന്നായിരുന്നു ഇത് വിജയലക്ഷ്മിയുടേതാണെന്ന് മനസ്സിലായത്. ടവർ ലൊക്കേഷൻ, കോൾ ലിസ്റ്റ് എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിജയലക്ഷ്മിയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന ജയചന്ദ്രനിലേക്ക് കേസെത്തിയത്. വിജയലക്ഷ്മിയുടെ ആൺസുഹൃത്തായിരുന്നു ജയചന്ദ്രൻ. ഇയാൾക്ക് ഭാര്യയും മകനുമുണ്ട്. വിജയലക്ഷ്മിയും ജയചന്ദ്രനും ഹാർബറിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ്. ജയചന്ദ്രൻ മീൻപിടുത്തക്കാരനായിരുന്നു. അവിടെ മത്സ്യവില്പനയായിരുന്നു വിജയലക്ഷ്മിയുടെ ജോലി. നേരത്തെ തന്നെ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് വിജയലക്ഷ്മിയുടെ സഹോദരിയുടെ മൊഴി. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് ജയചന്ദ്രന്റെ ഭാര്യ സുനിമോൾ മൊഴി നൽകിയിരുന്നു. മൊഴികളുടെയും മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കേരളക്കരയെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. വിജയലക്ഷ്മിയെ താൻ കൊന്നു കുഴിച്ചിട്ടതായാണ് പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തിയത്. ദൃശ്യം സിനിമ പലതവണ താൻ കണ്ടിട്ടുണ്ടെന്നും ജയചന്ദ്രൻ പോലീസിനോട് പറഞ്ഞു. പോലീസിന്റെ ശ്രദ്ധ തന്നിലേക്ക് എത്താതിരിക്കാനാണ് ജയചന്ദ്രൻ മൊബൈൽ ഫോൺ എറണാകുളം KSRTC ബസ്സിൽ ഉപേക്ഷിച്ചതെന്നും അയാൾ നൽകിയ മൊഴിയിലുണ്ടായിരുന്നു. വിജയലക്ഷ്മിയും ഇയാളും തമ്മിൽ അടുപ്പമായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. വിജയലക്ഷ്മിയുടെ തിരോധാനത്തിന് 4 ദിവസം മുൻപ് ജയചന്ദ്രൻ വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വിജയലക്ഷ്മി ക്ഷേത്രത്തിൽ തൊഴാനെത്തുകയും ശേഷം അമ്പലപ്പുഴ പുറക്കാട് പഞ്ചായത്തിലെ ജയചന്ദ്രന്റെ വീട്ടിൽ പോവുകയും ചെയ്തു. ഭാര്യയും മകനുമില്ലാത്ത സാഹചര്യം നോക്കി വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ജയചന്ദ്രന്റെ വീട്ടിൽ ഇരുവരും ഒരു ദിവസം താമസിക്കുകയും ചെയ്തു. അന്ന് രാത്രി മറ്റൊരാൺ സുഹൃത്ത് വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം തുടങ്ങി. തുടർന്ന് പ്ലെയർ ഉപയോഗിച്ച് വളരെ ക്രൂരമായി വിജയലക്ഷ്മിയുടെ തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് ജയചന്ദ്രൻ പോലീസിനോട് വെളിപ്പെടുത്തിയത്. പ്ലെയർ കൊണ്ട് തലക്കടിച്ചതിനു ശേഷം മരണം ഉറപ്പുവരുത്താൻ കത്തികൊണ്ട് ക്രൂരമായി കുത്തി മുറിവേൽപ്പിച്ചിരുന്നു. പിന്നീട് മൃതദേഹം സുരക്ഷിതമായി സൂക്ഷിച്ചു. ശേഷം സമീപവാസികൾ ഉറങ്ങിയ സമയത്ത് വീടിന് സമീപത്തെ പറമ്പിൽ തന്നെ അധികം ആഴമില്ലാത്ത കുഴിയിൽ മൃതദേഹം കുഴിച്ചിട്ടെന്നും ജയചന്ദ്രൻ മൊഴി നൽകിയിരുന്നു. കുഴിച്ചിടുന്ന സമയത്ത് മൃതദേഹത്തെ പൂർണ്ണ നഗ്നയാക്കിയിരുന്നു. കുഴിച്ചു മൂടുന്നതിന് മുൻപ് വിജയലക്ഷ്മിയുടെ ശരീരത്തിലുണ്ടായിരുന്ന 3.5 പവൻ സ്വർണവും ജയചന്ദ്രൻ എടുത്തു. മൃതദേഹം കുഴിച്ചിട്ട് അതിനുശേഷം രക്തം വീണ സ്ഥലങ്ങൾ വൃത്തിയായി കഴുകിയിട്ടു. മൃതദേഹം കുഴിച്ചിട്ടിരുന്ന സ്ഥലം പട്ടി മാന്തിയതിനെ തുടർന്നാണ് കോൺക്രീറ്റ് ചെയ്തതെന്നും ജയചന്ദ്രൻ പറഞ്ഞ മൊഴിയിലുണ്ടായിരുന്നു. വിജയലക്ഷ്മി കണ്ണൂരിലേക്ക് പോയെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂർ എറണാകുളം KSRTC ബസ്സിൽ കളഞ്ഞതെന്നും ജയചന്ദ്രൻ പറഞ്ഞു. ജയചന്ദ്രന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് പ്രതിയെയും കൂട്ടി രാവിലെ 9 മണിക്ക് അമ്പലപ്പുഴയിൽ പ്രതിയുടെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയതോടെ കേട്ടറിഞ്ഞ നാട്ടുകാർ ഓടിക്കൂടി. ഇയാൾ പറഞ്ഞ സ്ഥലത്ത് പോലീസ് കുഴി കുഴിച്ച് അന്വേഷണം നടത്തിയപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഒരു തരി പോലും വ്യത്യാസമില്ലാതെ തെളിവുകൾ പുറത്തു വന്നു. കുഴിച്ചിട്ട സ്ഥലത്ത് കോൺക്രീറ്റ് ഇട്ട് മൂടിയിരുന്നു. കോൺക്രീറ്റ് പാളി പൊളിച്ച സമയത്ത് അതിൽ നിന്നും വമിച്ച ജീർണിച്ച ശരീരത്തിന്റെ ദുർഗന്ധം പരിസരത്ത് ഭീതി പടർത്തി. ഒരു ക്രൂര കൊലപാതകം നടന്നിട്ടും സമീപവാസികൾ അറിയാതെ പോയത് കേരളക്കര ഒട്ടാകെ അതിശയിച്ചിരിക്കുകയാണ്. ഏകദേശം ഉച്ചയ്ക്ക് 12:30 വിജയലക്ഷ്മിയുടെ മൃതദേഹം തന്നെയെന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ശരീരഭാഗങ്ങൾ പോലീസ് പുറത്തെടുത്തു. ഇതോടെ കൊലയാളിയുടെ മൊഴിക്ക് സ്ഥിരീകരണമായി. ആദ്യമായി പുറത്തെടുത്തത് തലയുടെ ഭാഗമായിരുന്നു. തുടർന്ന് മറ്റ് ശരീരഭാഗങ്ങളും. ഇനി ശാസ്ത്രീയ പരിശോധനകളുടെ സമയമാണ്. DNA പരിശോധനയിലൂടെ മൃതദേഹം വിജയലക്ഷ്മിയുടേതെന്ന് ഉറപ്പിക്കണം. പോസ്റ്റ്മോർട്ടം, ആന്തരിക ഭാഗങ്ങളുടെ രാസപരിശോധന എന്നിവയിലൂടെ മരണകാരണം കണ്ടെത്തണം. അന്വേഷണ സംഘം ആ തിരക്കിലാണ്. കരൂരിലെ വിജയലക്ഷ്മിയുടെ കൊലപാതകം പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. അവിഹിതവും സാമ്പത്തിക ഇടപാടുകളും അടക്കം കുടുംബ പ്രശ്നങ്ങളിലെ എല്ലാ ചേരുവകളും ദൃശ്യ മോഡലിലുള്ള ഈ കൊലപാതകത്തിലുമുണ്ട്.
ഈ ചേരുംപടി ചേർച്ചയുള്ള സമവാക്യങ്ങൾ ബന്ധങ്ങളിൽ തുടരുന്ന കാലത്തോളം ഇത്തരം കേസുകൾ ഇവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല.